ഇതുപോലുള്ള യാത്രകൾക്കിടയിൽ ഒരിക്കൽ സംഭവിച്ച രസകരമായ ഒരു കാര്യം ഷിൻജിയാങ് പ്രോവിൻസ് യാത്ര ചെയ്തപ്പോഴാണ്. ഷിൻജിയാങ് എന്ന് പറയുന്നത് നമ്മൾ പത്രവാർത്തകളിലൂടെ അറിയാം, വളരെ റെസ്റ്റിവായിട്ടുള്ളൊരു പ്രോവിൻസാണ്. നേരത്തെ മുസ്ലിം മെജോറിറ്റി ആയിരുന്നു. ഇപ്പോൾ അവിടെ ഒരുപാട് ചൈനയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ചെന്നിട്ടുണ്ട്. മാത്രമല്ല അവരൊരു മറ്റൊരു എത്നിക് നാഷണാലിറ്റിയാണ് ഉയ്ഗൂർ എന്ന് പറയുന്നത്. അവരുടെ സാമ്യതകൾ കൂടുതൽ സെൻട്രൽ ഏഷ്യയോടാണ്. ആ സെൻട്രൽ ഏഷ്യ ഷിൻജിയാങ് ചുറ്റിപ്പറ്റിയിരിക്കുന്ന രാജ്യങ്ങളിലോടാണ് അവർക്ക് കൂടുതൽ അടുപ്പം. മാത്രമല്ല പാകിസ്ഥാനോടും അവർക്ക് ഒരുപാട് അടുപ്പമുണ്ട്. അവർ ഷിൻജിയാങ്ങിൽ നിന്നും ഹജ്ജിനൊക്കെ പോവുകയാണെങ്കിൽ പാകിസ്ഥാൻ വഴിയാണ് പോകുന്നത്. ഒരുപാട് പാകിസ്ഥാനീസ് അവിടെ വന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഷിൻജിയാങ്കാർ പാകിസ്ഥാനിൽ പോയി വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഷിൻജിയാങ്ങിൽ ഒരുവിധം ആൾക്കാർക്ക് ഉറുദുവും അറിയാം, ഉറുദുയുടെ പല വാക്കുകളും അറിയാം. അപ്പോൾ ഞാൻ ഷിൻജിയാങ് സന്ദർശിക്കുന്ന സമയത്ത് എപ്പോഴും എനിക്ക് ചുറ്റും, ഞാനും എൻ്റെ വൈഫും ഉണ്ടായിരുന്നു, എനിക്ക് ചുറ്റും ഒരുപാട് സെക്യൂരിറ്റി ഗാർഡ്സ് എല്ലാം ഉണ്ടാകുമായിരുന്നു. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവർ നിരീക്ഷിക്കും. ഒരിക്കൽ സെക്യൂരിറ്റി ഗാർഡ്സിനെ ഞാൻ വെട്ടിച്ചിട്ട് ഞങ്ങൾ അതിരാവിലെ എണീറ്റ് റോഡിൽ കൂടെ നടന്നു. പിന്നെ വൈകുന്നേരം എല്ലാവരോടും ഗുഡ് ബൈ പറഞ്ഞ് കിടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ റോഡിൽ കൂടെ നടന്നു. ഷിൻജിയാങ് എന്ന് പറയുന്നത് അർദ്ധരാത്രി വരെ തുറന്നിരിക്കുന്ന സ്ഥലങ്ങളാണത്. താരതമ്യേന വെതർ വളരെ നല്ലതാണ്, വാമാണ്. എല്ലാവരും പുറത്തിരുന്ന് വൈകുന്നേരം ഇരുന്ന് ചായ കുടിക്കും, ഭക്ഷണം കഴിക്കും, ചീട്ട് കളിക്കും, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ റോഡിൽ കൂടെ നടക്കുമ്പോൾ അവർ അന്യോന്യം സംസാരിക്കുന്നതാണ്. അവരും അവരുടെ ഉയ്ഗൂർ ഭാഷ എന്ന് പറയുന്ന സെൻട്രൽ ഏഷ്യൻ ഭാഷയ്ക്ക് സാമ്യമുള്ളതാണ്. അപ്പോൾ അതിലും സ്പൈക്ക് എന്ന് പറയുന്ന സ്പൈക്ക് ഉള്ള പദം ജാസൂസ് എന്നാണ്. നമ്മുടെ ഹിന്ദിയിൽ സ്പൈക്ക് ജാസൂസ് എന്ന് പറയുന്ന പോലെ അത് ഉറുദുവിൽ നിന്നും വന്നിട്ടുള്ള ഒരു വാക്കാണ്. അപ്പോൾ അവർ അന്യോന്യം ഇതാരെങ്കിലും ജാസൂസ് ആണോ എന്ന് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പലപ്പോഴും നിർത്തി ജാസൂസ് അല്ല, ദോസ്താണ്, ഫ്രണ്ടാണ് എന്നെല്ലാം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഷിൻജിയാങ്ങിലെ ഉയ്ഗൂർസിന് ചൈനീസ് ഗവൺമെൻറ്റിനോടും ചൈനീസ് ആൾക്കാരോടും വലിയ ദേഷ്യവും ഉള്ള ഒരു സമയമായിരുന്നു. ഒരുപാട് അടിച്ചമർത്തൽ അവർ സഫർ ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ പുറമേ നിന്ന് ഒരു ഡിപ്ലോമാറ്റ് വരിക, പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്നും ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ അവർക്കത് വലിയൊരു കാര്യമായിരുന്നു. അവരുടെ ഒരു സുഹൃത്ത് വരുന്നതിന് പോലെയാണ് അവർ കണ്ടിരുന്നത്. ഞങ്ങളെ ഒരിക്കൽ ചൈനീസ് അതോറിറ്റീസ് ഷിൻജിയാങ്ങിലൊരു മ്യൂസിയം കാണാനായിട്ട് കൊണ്ടുപോയി. ഞങ്ങൾ ആ മ്യൂസിയത്തിൽ നിന്ന് ഒരു ചൈനീസ് ഭാഷയിൽ അവിടുത്തെ എക്സിബിറ്റ്സിനെയും അവരുടെ ഹിസ്റ്ററിയെക്കുറിച്ചെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തുടങ്ങി. അപ്പോൾ സഡനായിട്ട് ഒരാൾ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്, അയാൾ ഉറുദു സംസാരിക്കാൻ അറിയാവുന്ന ആളാണ്, ഞങ്ങൾ അയാളെ കൂടെ വിളിക്കാം, അയാൾ നിങ്ങൾക്ക് ഉറുദുവിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കി തരും ഇവിടുത്തെ ചരിത്രവും ഇവിടുത്തെ എക്സിബിറ്റ്സും. ഞാൻ പറഞ്ഞു സന്തോഷം എന്ന് പറഞ്ഞ് അയാൾ ഇതുപോലെ ഒരു ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ചെറുപ്പക്കാരനോട് ആദ്യം ഹിന്ദിയിൽ നമസ്കാർ, നാം ക്യാ ഹേ എന്നെല്ലാമുള്ള ചെറിയ സംഭാഷണം നടത്തി. അയാളും പറഞ്ഞു, ഞാൻ പാകിസ്ഥാനിൽ പോയി ഉറുദു പഠിച്ചിട്ടുള്ള ആളാണ്, ഞാൻ പാകിസ്ഥാനിൽ ജീവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട് ഹിന്ദുസ്ഥാനിൽ നിന്നും വന്ന ഒരാളെ കാണാൻ, നിങ്ങൾക്ക് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചൈനീസ് മ്യൂസിയത്തിൻ്റെ ഡയറക്ടർ ആ റീജിയൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. എന്നിട്ട് അവരുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അത് ചൈനയുടെ പഴയകാല മിങ് എംപറർ ഒരു തൂണ് ഷിൻജിയാങ്ങിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതാണ് തെളിയിക്കുന്നത് മിങ് കാലഘട്ടത്തിൽ തന്നെ ഷിൻജിയാങ് ചൈനയുടെ ഭാഗമായിരുന്നു എന്നുള്ളത്. അത് പുള്ളി ചൈനീസ് ഭാഷയിൽ പറഞ്ഞു, എനിക്കത് മനസ്സിലായി. അപ്പോൾ ഈ ഷിൻജിയാങ്കാരൻ എനിക്ക് ഇൻ്റർപ്രറ്റർ ആകട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്ന ആൾ എന്നോട് ഉറുദുവിൽ പറയുക, സാബ് ഝൂഠ് ഹേ, കുച്ച് മത് വിശ്വാസ് കരോ, ഇത് മുഴുവൻ കള്ളമാണ്, ഇവർ വെറുതെ പറയുന്നതാണ്, ഇവിടെ മിങ് എംപററും ഇല്ലായിരുന്നു, ഒരാളും ഇല്ലായിരുന്നു, ഇതൊരിക്കലും ചൈനീസ് എംപയറുടെ ഭാഗമല്ലായിരുന്നു, ഞങ്ങളൊരു സ്വതന്ത്ര രാജ്യമായിരുന്നു, ഇവർ പറയുന്ന മുഴുവൻ കള്ളമാണ്, ഒരു കാലത്തും വിശ്വസിക്കരുത്. അതൊരു ഭയങ്കര അതിശയവും തമാശയുമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഇത്രയും സെക്യൂരിറ്റി ഗാർഡ്സും ചൈനീസുകാരും നിൽക്കുന്നതിൻ്റെ ഇടയിൽ ധൈര്യമായി ഇത് പറയാനുള്ള ധൈര്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ ശരിക്കും അഡ്മയർ ചെയ്യണം. അവർക്ക് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ അയാൾ പിടിച്ച് ജയിലിൽ പോയതിനെ എത്ര കാലം കിടന്നതിനെ നമുക്കറിയില്ല. അപ്പോൾ അതിനുള്ള സാഹസം അയാൾ കാണിച്ചു. പക്ഷേ അയാൾക്കുണ്ടായിരുന്ന ധൈര്യം, പുള്ളി സംസാരിക്കുന്ന ഉറുദു അറിയാവുന്ന ഞാനും എൻ്റെ വൈഫും പുള്ളിയും മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇവർക്ക് ആർക്കും ഉറുദു അറിയില്ല, അതുകൊണ്ട് പുള്ളിക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒടുക്കം അയാളുമായി കുറേ ഇങ്ങനെ ചൈനീസുകാരുടെ ഇടയിൽ നിന്നും
ഞാൻ ഉയ്ഗൂറുകാരുടെ കണ്ടീഷൻസ് എന്താണ്, അവരുടെ സിറ്റുവേഷൻ എന്താണ്, അവർ ചൈനീസ് ആൾക്കാരെ എങ്ങനെ കാണുന്നു എന്നെല്ലാം ഉറുദുവിൽ മ്യൂസിയത്തിലെ എക്സിബിറ്റ്സ് വിട്ടിട്ട് പുള്ളിയായിട്ടുള്ളൊരു സംഭാഷണം മെയിനായിട്ടും നടത്തി. എന്നിട്ട് അയാളോട് ഗുഡ് ബൈ പറഞ്ഞ് അവിടെ നിന്നും പിരിഞ്ഞു. എൻ്റെ ആദ്യത്തെ ചൈന പോസ്റ്റിംഗ് 1993 അവസാനിച്ചു. അതിനുശേഷം ഞാൻ ഡൽഹിയിലേക്ക് മടങ്ങി വരികയും ഡൽഹിയിൽ അണ്ടർ സെക്രട്ടറി ഇക്കണോമിക് കോർഡിനേഷൻ യൂണിറ്റ് എന്നൊരു തസ്തികയിലേക്കാണ് ആദ്യം വന്നത്. ഈ ഇക്കണോമിക് കോർഡിനേഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞത് 91 ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ എക്കണോമിക് റിഫോംസ് തുടങ്ങിയ ശേഷം നരസിംഹറാവു ഗവൺമെൻറ് ആയിരുന്നു. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ ഈ എക്കണോമിക് റിഫോംസിനെ പബ്ലിസൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഒരു യൂണിറ്റായിരുന്നു. എക്കണോമിക് റിഫോംസിനെ പബ്ലിസൈസ് ചെയ്യുന്നതിനോടൊപ്പം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആയ കൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, ഫിക്കി, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രി, അങ്ങനത്തെ സംഘടനകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുക, അവർക്ക് വേണ്ട സപ്പോർട്ട് നൽകുക, അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിൽ സാധിക്കാൻ വേണ്ടി അവരെ സഹായിക്കുക. മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്ന പ്രധാനപ്പെട്ട പ്രൈം മിനിസ്റ്റേഴ്സ്, പ്രസിഡൻസിൻ്റെ കൂടെ വരുന്ന ബിസിനസ് ഡെലിഗേഷൻസായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. ചില വിദേശ രാജ്യങ്ങളിലേക്ക് പുറത്തേക്ക് പോകുന്ന ഡെലിഗേഷൻസിൻ്റെ ഭാഗമാകുക എന്നുള്ളതൊക്കെയാണ്. സോ ആ കാലഘട്ടത്തിലെ എൻ്റെ ഏറ്റവും നല്ല 2 ഓർമ്മ, ഒന്ന് എനിക്ക് രത്തൻ ടാറ്റയും ആനന്ദ് മഹീന്ദ്രയും വിജയ് കിർലോസ്കറും അങ്ങനെ ഇന്ത്യയുടെ ബിസിനസ് ലീഡേഴ്സിൻ്റെ ഒരു ഡെലിഗേഷൻ കൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. അപ്പോൾ അതിൽ അവർക്ക് ഒരു മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് റെപ്രസെൻറ്റേറ്റീവ് കൂടെ പോകണം എന്നുണ്ടായിരുന്നു. അവർ മിനിസ്ട്രിയെ സമീപിച്ചപ്പോൾ എന്നെയാണ് നോമിനേറ്റ് ചെയ്ത് അവരോടൊപ്പം യാത്ര ചെയ്യാനായിട്ട്. അങ്ങനെ ഈ ബിസിനസ് ടൈറ്റൻസുമായി അവരോടൊപ്പം സിംഗപ്പൂരിൽ പോകാൻ അവസരം ഉണ്ടായി. അവിടെ ചെന്ന് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, അന്നത്തെ ഫോറിൻ മിനിസ്റ്റർ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂമിൽ നിന്നും സിംഗപ്പൂർ പോർട്ട് കാണാമായിരുന്നു. അപ്പോൾ പുള്ളി എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, നോക്കുക, ആ ഒരു കപ്പൽ ഇപ്പോൾ പോർട്ടിലേക്ക് വരികയാണ്, നമ്മൾ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ആ കപ്പൽ വന്ന് കയറുന്നു, മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പ് ആ കപ്പൽ ഗുഡ്സ് മുഴുവൻ അൺലോഡ് ചെയ്തിട്ട് പുറത്തേക്ക് പോകുന്നത് നമുക്ക് കാണാം. ഇതാണ് സിംഗപ്പൂരിൻ്റെ എഫിഷ്യൻസി, ഇത്രയും വേഗതയിലാണ് സിംഗപ്പൂർ വർക്ക് ചെയ്യുന്നത് എന്ന് അദ്ദേഹം വളരെ അഭിമാനത്തോടുകൂടി കാണിച്ചതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ എല്ലാം മനസ്സിലുടനെ വരുന്നത്, പ്രത്യേകിച്ചും ഒരു കൊച്ചിക്കാരൻ എന്ന നിലയ്ക്ക്, കൊച്ചിൻ പോർട്ടും ഇതുപോലെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യണം, ഇവിടെയും നമുക്ക് അഭിമാനത്തോടുകൂടി പറയുവാൻ സാധിക്കണം, ഒരു ബോട്ട് വന്ന് 1-2 മണിക്കൂറിനുള്ളിൽ അവരുടെ എല്ലാ ചരക്കും താഴെ ഇറക്കി പുതിയ ചരക്കെടുത്ത് പുറത്തു പോകാനുള്ള സ്പീഡോടുകൂടി വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. സോ അതൊരു അതിമനോഹരമായൊരു ഓർമ്മയാണ്. മറ്റൊന്നെന്ന് പറയുന്നത് US ഇന്ത്യ ബിസിനസ് കൗൺസിൽ എന്ന് പറഞ്ഞ ആദ്യമായി അമേരിക്കയിലെ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാനും ഇന്ത്യയോട് താല്പര്യമുള്ള ഉള്ള കമ്പനികളുടെ CEOസിനെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഒരു വലിയൊരു ഡിന്നർ നടത്താൻ തീരുമാനിച്ചു. അവിടെ വെച്ചാണ് ഈ US ഇന്ത്യ ബിസിനസ് കൗൺസിൽ ആദ്യമായിട്ട് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് US അംബാസിഡർ സിദ്ധാർത്ഥ ശങ്കർ റേ ആയിരുന്നു. അദ്ദേഹം ആയിരുന്നു ആ ഡിന്നർ ഹോസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ ഡിന്നറും കൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുമായി സഹകരിച്ച് അവരാണ് CEOസിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും എല്ലാവരെയും ക്ഷണിക്കുകയും ആ ഡിന്നറിനായിട്ട് കൊണ്ടുവന്നിരുന്നത്. അപ്പോഴും അവർ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ഒരു പ്രതിനിധി വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിൽ എന്നെയാണ് നോമിനേറ്റ് ചെയ്തത്. ഞാൻ ആദ്യമായി അമേരിക്ക സന്ദർശിക്കുന്ന ആ ഒരു അവസരത്തിലാണ് ഞാൻ ഇന്ത്യയിൽ നിന്നും ഡൽഹിയിൽ നിന്നും യാത്ര ചെയ്ത് വാഷിങ്ടൺ DC പോയി ഈ ഒരു ഡിന്നറിൽ പങ്കെടുത്തു. എന്നിട്ട് അവിടെ ഒരു ദിവസം കൂടെ തങ്ങി വാഷിങ്ടൺ DC മുഴുവൻ കറങ്ങി കണ്ടിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മയുള്ളത്, ഞാൻ ആ ഡിന്നറിൽ പങ്കെടുത്തുകൊണ്ട് ഡിന്നർ ടേബിളിൽ ഇരുന്നപ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു അമേരിക്കൻ CEO ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ചോദിച്ചു, ഇവിടെ വർക്ക് ചെയ്യുകയാണോ, നാട്ടിൽ നിന്ന് വന്നതാണോ, എന്ന് വന്നു, എത്ര ദിവസം താമസമുണ്ട് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് വന്നതേ ഉള്ളൂ, ഈ ഡിന്നറിന് വേണ്ടി മാത്രം വന്നതാണ്, നാളെ ഒരു ദിവസം അല്പം സൈറ്റ് സീയിങ് ചെയ്തിട്ട് തിരിച്ചു പോകാമെന്ന്. അപ്പോൾ പുള്ളി പറയാം, യു ഹാവ് കം ഓൾ ദ വേ ഫ്രം ഇന്ത്യ ഫോർ ദിസ് ഡിന്നർ, ഐ ഹോപ്പ് ദ ഫുഡ് ഇസ് ഗുഡ് ഇനഫ് ഫോർ യു. നിങ്ങൾ ഇത്രയും ദൂരം ഇന്ത്യയിൽ നിന്നും യാത്ര ചെയ്ത് ഒരു ഡിന്നറിന് വേണ്ടി അമേരിക്കയിൽ വന്നിരിക്കുകയാണല്ലോ, ഇത് ഇന്നത്തെ ഡിന്നർ വർത്ത് വൈലായിരിക്കും, ഫുഡെങ്കിലും നന്നായിരിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു
എന്ന് അദ്ദേഹം തമാശയായിട്ട് എന്നോട് പറയുകയുണ്ടായിരുന്നു. അത് പക്ഷേ ഒരു ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിന്നറായിരുന്നു. ആദ്യമായിട്ട് അതുവരെ ഇന്ത്യ വലിയൊരു എക്കണോമിക് ഡെസ്റ്റിനേഷനായിട്ട് അവരാരും കണ്ടിട്ടില്ലായിരുന്നു, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസ്റ്റിനേഷനായിട്ട് കണ്ടിട്ടില്ലായിരുന്നു. എന്നാൽ എക്കണോമിക് റിഫോംസ് തുടങ്ങിയതോടുകൂടി അവരുടെ കാഴ്ചപ്പാടുകൾ മാറി നമ്മുടെ എംബസിയും നമ്മുടെ ഗവൺമെൻറ്റും കൂടുതൽ ഇനിഷ്യേറ്റീവ്സ് എടുത്തു തുടങ്ങി. അങ്ങനെ ആദ്യമായി നമുക്ക് ഇന്ത്യക്ക് ഇന്ത്യയുടെ അലൈസ് എന്ന് പറയാവുന്ന അമേരിക്കൻ CEOസിൻ്റെ ഫോറം ഉണ്ടാക്കിയതിൻ്റെ ഒരു തുടക്കമായിരുന്നു അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഞാൻ ഏകദേശം ഒരു വർഷത്തിലേറെ അണ്ടർ സെക്രട്ടറി എക്കണോമിക് കോർഡിനേഷനായി യൂണിറ്റായി പ്രവർത്തിച്ച ശേഷം മറ്റൊരു ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി പ്രസ് റിലേഷൻസ് എന്നൊരു പോസ്റ്റ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ വേക്കൻ്റായി. അത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൻ്റെ കീഴിലുള്ള ഒരു ഉത്തരവാദിത്വമായിരുന്നു. അപ്പോൾ അതിൽ എനിക്കൊരു പത്രപ്രവർത്തകൻ എന്ന ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായതുകൊണ്ട് ഞാൻ അതിൽ പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട് എന്ന് ഇൻട്രസ്റ്റ് പ്രകടിപ്പിക്കുകയും ആ സ്ഥാനത്തേക്ക് മാറുകയും ചെയ്തു. ഈ ഉത്തരവാദിത്വത്തിൻ്റെ ഒരു പ്രധാന റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഈ റോളിൻ്റെ ഒരു പ്രധാന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും എല്ലാം വിദേശത്തേക്ക് പോകുമ്പോൾ അവരുടെ കൂടെ പോകുന്ന മീഡിയ ടീംസിന് വേണ്ടി വേണ്ട അറേഞ്ച്മെൻറ്റ്സ് നടത്തുക, അതുപോലെ ഇൻകമ്മിങ് ഹൈ ലെവൽ വിസിറ്റ്സിൻ്റെ ഭാഗമായി വരുന്ന മീഡിയ ടീംസിന് വേണ്ട സഹായങ്ങൾ നൽകുക, ഇന്ത്യയിലുള്ള വിദേശ ജേർണലിസ്റ്റിന് വേണ്ട കാര്യങ്ങളും അവർക്ക് വേണ്ട അവരുടെ ഐഡൻറ്റിറ്റി കാർഡും മറ്റ് വീസാസും എല്ലാം പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായി എനിക്ക് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും സന്ദർശിക്കാൻ സാധിച്ചു. പ്രത്യേകിച്ചും പ്രൈം മിനിസ്റ്റർ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് അഡ്വാൻസ് ടീമായിട്ട് യാത്ര ചെയ്യാൻ സാധിച്ചു. അത് ഞാൻ വിയറ്റ്നാമിൽ പോയി, മാൽദീവ്സിൽ പോയി, ന്യൂസിലൻഡിൽ പോയി, കൊളംബിയയിൽ പോയി, അങ്ങനെ പല രാജ്യങ്ങൾ സന്ദർശിച്ചു. അതിലെ 2 ചെറിയ കഥകൾ എന്നുണ്ടെങ്കിൽ ഒന്ന് ന്യൂസിലൻഡിൽ പോയപ്പോൾ അതൊരു കോമൺവെൽത്ത് സമ്മിറ്റിൻ്റെ മുന്നോടിയായിട്ടാണ് ഞങ്ങൾ പോയത്. കോമൺവെൽത്ത് സമ്മിറ്റിൽ പ്രൈം മിനിസ്റ്റർ നരസിംഹറാവു ന്യൂസിലൻഡ് വിസിറ്റ് ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ കോമൺവെൽത്ത് സമ്മിറ്റിൻ്റെ ഭാഗമായി ഒരു ദിവസം റിട്രീറ്റാണ്. അതിൻ്റെ ഈ റിട്രീറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇടയ്ക്ക് എല്ലാ നേതാക്കന്മാരും 1-2 പ്രാവശ്യം മീറ്റ് ചെയ്യും. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് താല്പര്യമുള്ള മറ്റ് കാര്യങ്ങൾ ചെയ്യാം. അവർക്ക് ഗോൾഫ് കളിക്കണമെങ്കിൽ ഗോൾഫ് കളിക്കാം, ടെന്നീസ് കളിക്കണമെങ്കിൽ ടെന്നീസ് കളിക്കാം, ഹോഴ്സ് റൈഡിങ് ചെയ്യണമെങ്കിൽ ഹോഴ്സ് റൈഡിങ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അവർ നമ്മളോട് വലിയ കൗതുകത്തോട് ചോദിച്ചു, നിങ്ങളുടെ പ്രധാനമന്ത്രി എന്ത് ചെയ്യും, അദ്ദേഹത്തിന് എന്ത് സ്പോർട്ടിലാണ് ഇൻട്രസ്റ്റ് ഉള്ളത് എന്ന്. അപ്പോൾ സത്യം പറഞ്ഞാൽ നരസിംഹറാവുവിനൊന്നും ഒരു സ്പോർട്ടിലും പ്രത്യേകിച്ച് താല്പര്യമില്ല, ഒരു സ്പോർട്ടും ചെയ്ത് അറിവ് പോലും ആർക്കുമില്ല. പൊതുവേ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരും ജവഹർലാൽ നെഹ്റുവൊക്കെ യോഗ ചെയ്തിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇന്നും പ്രൈം മിനിസ്റ്റർ മോദി ആണെങ്കിൽ യോഗ അല്ലാതെ എന്തെങ്കിലും സ്പോർട്ട് കളിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും അപ്പോൾ നരസിംഹറാവുവിൻ്റെ കാര്യത്തിൽ നമുക്ക് അവരോട് പറയേണ്ടി വന്നു, സോറി, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റേഴ്സ് നോർമലി ഗോ ഫോർ മോർണിംഗ് വാക്സ്, he will walk around and do some exercise, but അതില്ലാതെ ഹോഴ്സ് റൈഡിങ്ങോ ബഞ്ചി ജമ്പിങ്ങോ സ്വിമ്മിങ്ങോ മറ്റ് ടെന്നീസോ ഗോൾഫോ എല്ലാം കളിക്കുന്ന ആൾക്കാർ വളരെ കുറവാണെന്ന് ചെറിയൊരു ലജ്ജയോടുകൂടി ന്യൂസിലൻഡ് അതോറിറ്റീസിനെ അറിയിക്കേണ്ടി വന്നിരുന്നു. മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, ഞാൻ കൊളംബിയയിൽ പോയ സമയത്താണ്. കൊളംബിയയിൽ ചെന്ന് ഞാൻ ഇങ്ങനെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ഒരു സുന്ദരിയായ ഒരു റിസപ്ഷനിസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു റിസപ്ഷനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഉടനെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഓ യു ആർ ഫ്രം ഇന്ത്യ, ഡു യു ഹാവ് ഗോസ്റ്റ് സ്റ്റോറീസ് ഇൻ ഇന്ത്യ? വി ഹാവ് ലോട്ട് ഓഫ് ഗോസ്റ്റ് സ്റ്റോറീസ് ഹിയർ ഇൻ ലാറ്റിൻ അമേരിക്ക. യക്ഷിക്കഥകളുണ്ടോ, പ്രേതകഥകൾ ഇന്ത്യയിലുണ്ടോ? ഞങ്ങൾക്കിവിടെ ലാറ്റിൻ അമേരിക്കയിൽ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞു.
അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് അതിയായ സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞു, എൻ്റെ വളരെ യാദൃച്ഛികമായി ഞാനൊരു കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് വായിക്കുന്ന സമയമായിരുന്നു. ആ കളക്ഷനിൽ ഒരു കഥ MT വാസുദേവൻ നായർ എഴുതിയ ഒരു ഗോസ്റ്റ് സ്റ്റോറിയെക്കുറിച്ചായിരുന്നു. ഒരു ഗോസ്റ്റായ ഒരു അമ്മുമ്മയെക്കുറിച്ചുള്ള ഒരു കഥയായിരുന്നു. ഒരു കൊച്ചുകുട്ടി എന്നും ഈ അമ്മുമ്മയെ കാണും, പക്ഷേ യഥാർത്ഥത്തിൽ ഈ അമ്മുമ്മ ഗോസ്റ്റാണ് എന്നുള്ളത് ആ കുട്ടിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ ഒരു മനോഹരമായ ഒരു കഥയായിരുന്നു. അപ്പോൾ ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, യെസ് ഓഫ് കോഴ്സ് വി ഹാവ് ഗോസ്റ്റ് സ്റ്റോറീസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഷീ സെഡ്, നമുക്ക് എൻ്റെ ഡ്യൂട്ടി വൈകുന്നേരം 6 മണി വരെ ഉണ്ട്, അത് കഴിഞ്ഞ് ഐ വുഡ് ലവ് ടു ഷോ യു അറൗണ്ട് ഇത് കാർത്തഹേന എന്ന് പറഞ്ഞ കൊളംബിയയുടെ നോർത്തിലുള്ള ഒരു സിറ്റിയിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഷുവർ എന്ന് പറഞ്ഞ്, ആൻഡ് ഐ വിൽ ബ്രിങ് യു ദ ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി എൻ്റെ പുസ്തകത്തിൽ നിന്നും, എനിക്ക് ആ പുസ്തകം മുഴുവൻ കൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു, ഞാൻ വായിച്ചു തീർന്നിട്ടില്ലായിരുന്നു. പക്ഷേ MT വാസുദേവൻ നായരുടെ ആ കഥ ഫോട്ടോ കോപ്പി ചെയ്തെടുത്ത് ആ പെൺകുട്ടിയെ വീണ്ടും കണ്ട് അവരെന്നെ കാർത്തഹേന നഗരം, അതിൻ്റെ ഓൾഡ് ടൗൺ നടന്ന് കാണിച്ചു തന്നു. എന്നിട്ട് അവസാനം ഒരു പാർട്ടിങ് ഗിഫ്റ്റ് എന്ന നിലയ്ക്ക് അവർക്ക് ഈ ഗോസ്റ്റ് സ്റ്റോറി സമ്മാനിച്ചിട്ടാണ് ഞാൻ തിരിച്ച് ഹോട്ടലിലേക്ക് മടങ്ങുന്നതും അവിടുത്തെ ഔദ്യോഗിക ഡ്യൂട്ടീസിന് ശേഷം തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നത്. 1993 ബീജിങ്ങിൽ നിന്നും ഡൽഹിയിൽ മടങ്ങി. ഡൽഹിയിൽ ഇങ്ങനെ 2 ഉത്തരവാദിത്തങ്ങൾ, അണ്ടർ സെക്രട്ടറി എക്കണോമിക് കോർഡിനേഷൻ യൂണിറ്റ് എന്നും ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി പ്രസ് റിലേഷൻസ് എന്ന 2 റെസ്പോൺസിബിലിറ്റീസ് കംപ്ലീറ്റ് ചെയ്ത ശേഷം 1996 ഞാൻ ജനീവയിൽ ഇന്ത്യൻ മിഷൻ ടു ദ യുണൈറ്റഡ് നേഷൻസിൽ നയതന്ത്ര പ്രതിനിധിയായി അയക്കപ്പെട്ടത്. അവിടെ എൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഹ്യൂമൻ റൈറ്റ്സും ഹ്യൂമാനിറ്റേറിയൻ മാറ്റേഴ്സുമാണ്. ജനീവയാണ് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹ്യൂമൻ റൈറ്റ്സ് നടക്കുന്ന കേന്ദ്രം. അവിടെ ഇന്ത്യയെ പ്രതിനിധീകരിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉത്തരവാദിത്വം. അതിൽ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോസ്റ്റിംഗ് ആയിരുന്നു ജനീവ. ഈ ഹ്യൂമൻ റൈറ്റ്സും ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് എന്നുള്ള ഉത്തരവാദിത്വം ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം എന്തെന്ന് വെച്ചാൽ, യുണൈറ്റഡ് നേഷൻസിലെ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നതാണ് പൊളിറ്റിക്കൽ സയൻസ്, ഇൻ്റർനാഷണൽ റിലേഷൻസിൻ്റെയും ലോയിൻ്റെയും ഒരു മീറ്റിംഗ് ഗ്രൗണ്ട്. ഞാൻ പഠിച്ച 2 വിഷയങ്ങൾ എറണാകുളം മഹാരാജാസ് കോളേജിൽ JNUവിൽ പൊളിറ്റിക്കൽ സയൻസ് ഇൻ്റർനാഷണൽ റിലേഷൻസ് ആയിരുന്നു. അതിനുശേഷം എറണാകുളം ലോ കോളേജിൽ ലോ പഠിച്ചു. അപ്പോൾ ഞാൻ പഠിച്ച വിഷയങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അവസരമായിരുന്നു ജനീവയിലെ ആ പോസ്റ്റിംഗ്. അതുപോലെ തന്നെ മുഴുവൻ യുണൈറ്റഡ് നേഷൻസ് എടുത്താൽ UN സെക്യൂരിറ്റി കൗൺസിൽ കഴിഞ്ഞാൽ ഏറ്റവും പൊളിറ്റിക്കൽ ഫോറം ഹ്യൂമൻ റൈറ്റ്സ് ആണ് എന്നാണ് നിരീക്ഷകർ പറയുന്നത്. അവിടെയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള പൊളിറ്റിക്കൽ കണ്ടസ്റ്റേഷനും പൊളിറ്റിക്കൽ റൈവലറിയും പൊളിറ്റിക്കൽ ഫൈറ്റ്സും എല്ലാം വരുന്നത്. അപ്പോൾ അതൊരു യുണൈറ്റഡ് നേഷൻസിനെ കുറിച്ച് പഠിക്കാനായിട്ടും യുണൈറ്റഡ് നേഷൻസിനെ മനസ്സിലാക്കാനും ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് മനസ്സിലാക്കാനുമുള്ള ഒരു മനോഹരമായ ഒരു അവസരമായിരുന്നു. ഇന്നും ഞാൻ ഡൽഹിക്ക് അടുത്തുള്ള ജിൻഡൽ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുമ്പോൾ ഞാൻ ആ ജനീവയിൽ നേടിയ പാഠങ്ങൾ കൊണ്ടാണ് എൻ്റെ സ്റ്റുഡൻസിന് UN ഹ്യൂമൻ റൈറ്റ്സ് മെക്കാനിസംസിനെ കുറിച്ചെല്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ജനീവയിൽ ചെന്നെത്തിയ ശേഷം ഞാൻ ആദ്യമായി തന്നെ ചെന്ന് കയറിയത് ഒരു ഏഷ്യൻ ഗ്രൂപ്പ് മീറ്റിങ്ങിലാണ്. ഏഷ്യയിലെ എല്ലാ രാജ്യങ്ങളും ഒത്തുകൂടി ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഫോറംസും അവിടെ വരാൻ പോകുന്ന ഡിബേറ്റ്സും ഡിസ്കഷൻസും എല്ലാമായിരുന്നു. സാധാരണ യുണൈറ്റഡ് നേഷൻസിൽ ഗ്രൂപ്പ് തിരിഞ്ഞാണ് പല കാര്യങ്ങളും നടക്കുന്നത്. ഓരോ കോണ്ടിനെൻറ്റിനും ഓരോ ഗ്രൂപ്പുണ്ട്. ഏഷ്യൻ ഗ്രൂപ്പ് അതിൽ ശക്തമായൊരു ഗ്രൂപ്പാണ്. എന്നാൽ അമേരിക്കൻ ഗ്രൂപ്പുണ്ട്, ലാറ്റിൻ അമേരിക്കയ്ക്ക് ഒരു ഗ്രൂപ്പുണ്ട്, വെസ്റ്റേൺ കൺട്രീസ് എന്നാണ് പറയുന്നത്. യൂറോപ്പും അമേരിക്കയും ഒരു ഗ്രൂപ്പിൽ, ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് മറ്റൊരു ഗ്രൂപ്പ്, ആഫ്രിക്കൻ ഗ്രൂപ്പ് മറ്റൊരു പ്രബലമായ ഗ്രൂപ്പ് ആണ്. അപ്പോൾ ഈ ഏഷ്യൻ ഗ്രൂപ്പിലെ ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ എനിക്ക് തോന്നിയത് ഇതൊരു ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ശ്രീലങ്കയുമാണ്. ഏറ്റവും കുറവ് ഒരു ഇതുപോലത്തെ മീറ്റിങ്സിൽ സംസാരിക്കുന്നത് ജപ്പാനും സൗത്ത് കൊറിയയുമാണ്. ഏഷ്യയിലെ ഏറ്റവും ലീഡർഷിപ്പും ഏറ്റവും കഴിവുള്ള രാജ്യങ്ങൾ, ഏറ്റവും നേട്ടങ്ങളുണ്ടാക്കിയിട്ടുള്ള രാജ്യങ്ങൾ കുറവ് സംസാരിക്കുകയും
എന്താണ് വികസ്വര രാജ്യങ്ങളെന്ന് വിളിക്കപ്പെടുന്ന രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഇന്നും ഡെവലപ്പിംഗ് സ്റ്റേറ്റിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് അന്ന് തോന്നിയത് മേ ബി നമ്മളെല്ലാവരും നമ്മളുടെ വർത്തമാനം അല്പം കുറയ്ക്കുകയും കൂടുതൽ ചിന്തിക്കുകയും കൂടുതൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുകയും ചെയ്താൽ നമ്മുടെ രാജ്യങ്ങൾക്കും വേഗതയിൽ പുരോഗതി വരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ സ്ലോപ്പിൽ താഴോട്ട് പോയി കഴിഞ്ഞു. ഇത് ഭയങ്കര സ്ലിപ്പറിയാണ്, എൻ്റെ സ്കീസിനൊന്നും ഒരു ഗ്രിപ്പ് കിട്ടുന്നില്ല, ഞാൻ ഉരുണ്ടടിച്ച് വീണു. പിന്നെ അപ്പോഴത്തേക്കും ബാക്കി ആൾക്കാരൊക്കെ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ സ്കീ ചെയ്ത് പോകുന്നു. അവർക്കറിയില്ല ഞാനൊരു ബിഗിനറാണ്, എനിക്ക് എണീക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് സഹായം വേണം എന്നുള്ളത് ആരും അവരറിയുന്നില്ല, അവർ നോക്കുന്നു പോലുമില്ല. അവർ പ്രതീക്ഷിക്കുന്നത് നമ്മളെല്ലാം എക്സ്പേർട്സാണ്, അവരെ പോലെ തന്നെ എന്ന് പറഞ്ഞു.